സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അവിയലാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് കുക്കറിൽ വളരെ പെട്ടെന്ന് അവിയൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒറ്റ വിസിലുകൊണ്ട് ഈ അവിയൽ കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യമായി മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 5 പച്ചമുളകും 10 കഷ്ണം ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതേ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അരഞ്ഞു പോകാതെ ഒന്ന് ക്രഷ് ചെയ്ത് മാത്രമേ എടുക്കാവൂ. ഈ രീതിയിൽ വേണം മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട്. അരഞ്ഞു പോകാതെ ഇതുപോലെ ചതച്ചെടുക്കണം. തേങ്ങാപ്പീര നല്ലവണ്ണം അരഞ്ഞു പോകുന്നതിലും നല്ലത് ഇതുപോലെ ചതച്ചെടുക്കുന്നതാണ് അവിയലിന് ടേസ്റ്റ് കൂടുതൽ നൽകുന്നത്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അവിയലിന് ആവശ്യമായ പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചക്കറികളെല്ലാം അരിഞ്ഞ് കഴുകി ക്ലീനാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് 2 ചെറിയ കിഴങ്ങും 2 പച്ച കളറിലെ വഴുതനങ്ങായും 1 മുരിങ്ങയ്ക്കായും 1 കഷ്ണം പടവലങ്ങായും 1 ക്യാരറ്റും 1 കഷ്ണം ചേനയും 4 കോവയ്ക്കായും 2 ചേമ്പും 1 കഷ്ണം കുമ്പളങ്ങായും 1 കഷ്ണം വെള്ളരിയുമാണ് ഈ അവിയലിൽ കഷ്ണങ്ങളായിട്ട് ചേർത്തിരിക്കുന്നത്. കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഞാൻ ചേർത്തെന്നാണ് കാണിച്ചിരിക്കുന്നത്. കഷ്ണങ്ങളിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും പുളിക്ക് ആവശ്യമായ 1 മീഡിയം സൈസ് മാങ്ങ കഷ്ണങ്ങളാക്കിയതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ജാറ് കഴുകി 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുക്കറിൽ വെക്കുന്നതുകൊണ്ട് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഒഴിച്ച വെള്ളം തന്നെ ധാരാളമാണ്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്ത ശേഷം ഈ കഷ്ണങ്ങളെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളിത് കുക്കറിൽ തന്നെ വെച്ച് എല്ലാം മിക്സാക്കി കൊടുത്താലും മതി. ഞാനിത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് എല്ലാം ചെയ്ത് കാണിച്ചത്. ഇനി 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അവിയലിനെ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ലാസ്റ്റ് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നിടം വരെ അവിയൽ വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. എയറെല്ലാം ഫുള്ള് പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. കുക്കർ തുറന്ന ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ശേഷം തവി കൊണ്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ വെച്ച് ഒറ്റ വിസിലിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള അവിയലാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.